ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈഷൂസ് ട്രിപ്ലെറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളെ ഓണം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ ഉത്രാട ദിവസം തിരുവോണ ദിവസം ഞങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ 10 ദിവസമായി. അപ്പോൾ കുറച്ച് തിരക്കുകളിലൊക്കെ പെട്ടുപോയതുകൊണ്ട് എനിക്ക് അന്ന് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 10 ദിവസത്തിന് ശേഷമാണ് നമ്മളെ വീഡിയോ വരുന്നത്, ഓണം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു വീഡിയോ വരുന്നത്. ഞങ്ങൾക്ക് ഈ ഓണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സ്പെഷ്യലാണ്. അല്ലാതെ കുട്ടികൾ വന്ന ശേഷം ഉണ്ടായ ഞങ്ങളെ രണ്ടാമത്തെ ഓണമാണ്. പക്ഷെ ആദ്യത്തെ ഓണത്തിൽ അവർക്ക് ആകെ 3 മാസം പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ശേഷം അവരെ ഇരുന്ന് കളിക്കാനും എല്ലാം തുടങ്ങിയ ശേഷം ഉള്ള ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഓണത്തിന് വെച്ചാൽ അത്രയും സ്പെഷ്യലായിരുന്നു. അവർക്ക് അവരെ ഇരുത്തി ഭക്ഷണം കൊടുക്കണമെന്ന്, ഊഞ്ഞാലാടണം, അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമ്മൾ കുട്ടികളെയും കൂട്ടിയിട്ട് ഉത്രാട ദിവസത്തിൽ അവരുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക് 2 പേരും ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു. കുട്ടികൾ 3 പേരും ഇപ്പോൾ നിന്നിട്ട് പിച്ച വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ വീട്ടിലെത്തിയ ശേഷം അച്ചാച്ചനെയും അച്ഛമ്മയും അവർ നിന്നിട്ടും പിച്ച വെച്ചും എല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾ പിച്ച വയ്ക്കാൻ തുടങ്ങിയോടെ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളും കിക്കി സൗണ്ടുള്ള ഷൂസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കുഞ്ഞൂട്ടൻ മാത്രം കാലിൽ നിന്ന് അഴിച്ചിട്ടില്ല. അവൻ അതും ചവിട്ടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ചാച്ചൻ എന്താ അത് വെച്ചിട്ട് അവനെ പിച്ച നടത്തിച്ച് കൊണ്ടുപോകാണ്. അവന് ഭയങ്കര ഇഷ്ടം അതിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. മോനൂസിനും പൊന്നൂസിനും ആണെങ്കിൽ കയറാൻ നേരെ സ്റ്റെപ്പ് കിട്ടിയതിൻ്റെ സന്തോഷമാണ്. അവർക്ക് വീട്ടിലാണെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്പ് എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അവർക്ക് കയറാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ എന്തോ ഒരു സന്തോഷം കൊണ്ട് അവർക്ക് കിട്ടിയൊരവസരം പോലെ അവരിടയ്ക്കിടയ്ക്കേ സ്റ്റെപ്പ് കയറാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു കഴിച്ചിരുന്നത്. ഉത്രാട ദിവസം ബിരിയാണിയും തിരുവോണ ദിവസം സദ്യയും ഇതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. അപ്പോൾ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വിശ്രമിക്കുകയാണ്. ആ സമയം കൊണ്ട് നമ്മളെ മക്കൾക്ക് ഓരോ പഴവും കൂടെ കൊടുത്തു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഇതാ ഒരാൾ സ്റ്റെപ്പ് കയറുന്നുണ്ട്. ഈ കസേര കയറാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ കാണുന്നുണ്ട് ചെറിയൊരു മുഖം. കളർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നത് കണ്ടോ. നല്ല കുറുമ്പന്മാരാണ് ഇവരെ 3 പേരും. കണ്ട 3 ആളും 3 സൈഡിൽ ഇരിപ്പുണ്ട്. ഓരോ പരീക്ഷണത്തിലാണ് അത് തുറക്കാൻ പറ്റും, എന്തൊക്കെ തുറക്കാൻ പറ്റുന്നു. നമ്മൾ ഒറ്റ പറയുന്നതുകൊണ്ട് മോനൂസും തിരിച്ച് ഒറ്റ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ 3 ആളും 3 സൈഡിലാണ്. ഇതെങ്ങനെയാണ് അവർക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു. ഒരുപാട് പെറുക്കാൻ സാധനങ്ങൾ അവസരം കിട്ടിയ പോലത്തെ ഒരു സന്തോഷമായിരുന്നു അവർക്ക് എല്ലാവർക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി യാത്ര പറഞ്ഞിറങ്ങി. അച്ഛനോട് അച്ഛമ്മയോട് എല്ലാം യാത്ര പറഞ്ഞിറങ്ങി. ഞങ്ങളവിടുന്ന് നേരെ ധർമ്മശാല എത്തി. അപ്പോൾ പിറ്റേന്ന് തിരുവോണമല്ലേ, അപ്പോൾ അതിനുള്ള സദ്യക്കുള്ള പച്ചക്കറികളെല്ലാം വാങ്ങണമായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും കൂടെ അത് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ധർമ്മശാലയുള്ള വനിതാ വ്യവസായ വിപണന കേന്ദ്രത്തിൽ നിന്നാണ് പച്ചക്കറികളെല്ലാം വാങ്ങുന്നുണ്ടായിരുന്നത്. 2 പേരും പച്ചക്കറി വാങ്ങുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം കാറിലിരുന്ന് മടുത്തുകൊണ്ടാണ് പുറത്തിറങ്ങി കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ എല്ലാവരും ഉറക്കമായി. അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തി. ഒരു ഹായ് പറ. ഹായ് ഹായ് പറ കുഞ്ഞു പറ. എരുമ്പോടുത്തേ ഉമ്മ. കുഞ്ഞിനൊരു ഫ്ലൈങ് കിസ് കൊടുക്കും. ഉമ്മ കൊടുക്കും. ഉമ്മ അപ്പോൾ നമ്മൾ തിരുവോണ ദിവസമാണ്. തിരുവോണ ദിവസം രാവിലെ മക്കളെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോവാണ്. പുറവൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് കാത്തിരിക്കുകയാണ് രാറ്റ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി, വഴിപാട് കഴിപ്പിച്ചു. അപ്പോൾ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു. തിരുവോണ ദിവസം ആയതുകൊണ്ട് അതിൻ്റെ സ്പെഷ്യൽ പൂജ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പലത്തിൻ്റെ പുറത്ത് കാത്തിരിക്കുകയാണ്. അപ്പോൾ വെറുതെ ഇരിക്കുന്നില്ല, നമ്മളെ മക്കളെല്ലാം പിച്ച് നടക്കാനും അവർക്ക് എന്തോ ഇഷ്ടം പോലെയാണ്. ഇങ്ങനെ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൈയും പിടിച്ചിട്ട് അവർ പിച്ച് നടക്കുന്നുണ്ട്. പൂജയൊക്കെ കഴിയുമ്പോഴത്തേക്കൊരു 11 മണിയായി. 11 മണിക്ക് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി.
വീട്ടിലെത്തിയതും എല്ലാവരും നിൽക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഒരാൾ നിൽക്കുന്നത് കാണുമ്പോൾ ബാക്കി രണ്ടുപേർക്ക് ആവേശമാണ് അവരുടെ കൂടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു പുതിയ ഊഞ്ഞാൽ ഓണം സ്പെഷ്യലാണ്. അപ്പോൾ അച്ചാച്ചൻ അത് മക്കൾക്ക് വേണ്ടി കെട്ടിക്കൊടുത്തു. അങ്ങനെ 3 ആളിരുന്ന് ആടുകയാണ്. എല്ലാവർക്കും 3 ആൾക്ക് ഇഷ്ടമായി കേട്ടോ. ഊഞ്ഞാലിരുന്ന് ആടാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായി. ഇത് നല്ല കംഫർട്ടാണ് ഈ ഊഞ്ഞാൽ, നല്ല കുഷനൊക്കെ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് വേദനയ്ക്കൊന്നുമില്ല, സേഫാണ്. ബെൽറ്റൊക്കെ ആയതുകൊണ്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുമ്പോൾ സേഫാണ്. അങ്ങനെ 3 ആളിരുന്ന് ആടാൻ വേണ്ടി തുടങ്ങി. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമായി. എന്താ ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ പൊന്നൂസാണ് ആദ്യം ഇരുന്ന് ആടിയത്. അമ്മ മാട്ടി കൊടുക്കുന്നുണ്ട്. പൊന്നൂസ് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞുമാണ് നമ്മളെ കുഞ്ഞൂസ് ഇരുന്നു. കുഞ്ഞൂസിനും ഭയങ്കര ഇഷ്ടമായി, ആസ്വദിക്കുകയാണ്. ഇത് ചാരി കിടക്കാവുന്നതുകൊണ്ട് അവർക്ക് നല്ല കംഫർട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞുപാട് നമ്മളെ മോനൂസും കയറി. ആ ചിരി കണ്ട അത്രയ്ക്ക് ഇഷ്ടമായി അവനതിനൊന്നും ഇറങ്ങണമെന്നില്ലായിരുന്നു. അങ്ങനെതാ നല്ല സുഖിച്ച് കിടക്കുകയാണ് അതിനകത്ത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഊഞ്ഞാലാട്ടെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ 20 കൂട്ടം കറികളോടെ ഓടിയിട്ടുള്ള ഒരു സദ്യ തന്നെയാണ് നമ്മളെ സദ്യ. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഓണസമയത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് 3 മാസമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യത്തെ സദ്യയുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ തന്നെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കാനായി. അപ്പോൾ ഇരുന്ന് ഓണം ആസ്വദിക്കാനുള്ള ചെറിയ പ്രായമൊക്കെ ആയി. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഓണം അത്രയ്ക്ക് സ്പെഷ്യലായിരുന്നു. അപ്പം 3 ആൾക്കും മൂന്നാളെയും മുണ്ടുടിപ്പിച്ച് അവരെ ഫ്രണ്ടിൽ ഇലയിട്ട് സദ്യ വിളമ്പി. പക്ഷേ സദ്യ അവർ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വറ്റ് കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൊടുത്തു. പക്ഷെ അവരെ കൊണ്ടാവുന്ന വിധത്തിൽ അവർ കൈകൊണ്ടൊക്കെ അലങ്കോലമാക്കി എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു സദ്യ കഴിഞ്ഞിട്ടുള്ള കോലം. അപ്പോൾ അവൻ്റെ മോനും മുണ്ടെല്ലാം അഴിഞ്ഞു പോയി. അതൊക്കെ എടുത്ത് നിൽക്കാനുള്ള പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കഴിക്കുകയാണ്. അപ്പോൾ അച്ചാച്ചൻ സദ്യ കഴിച്ചു. അച്ചാച്ചൻ ആദ്യമേ സദ്യ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നുണ്ടായിരുന്നത്. പല വിധത്തിലുള്ള ഐറ്റംസോട് കൂടിയിട്ടാണ് 20 ഐറ്റംസോളുണ്ട് കറികൾ. അതിൻ്റെ കൂടെ പായസമുണ്ട്. അങ്ങനെ നല്ല വിഭവസമൃദ്ധമായി ഞങ്ങൾ സദ്യ കഴിച്ചു. നല്ല ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട്, ചോറും കറികളും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ പായസവും പപ്പടവും പഴവും കൂടെ കൂട്ടിയിട്ട് അതും കൂടെ കഴിച്ചു. എന്നാണ് സദ്യ കഴിച്ചതിൻ്റെ ഒരു സുഖം. അപ്പോൾ വൈകിട്ട് നമ്മൾ പെരളശ്ശേരി അമ്പലം വരെ ഒന്ന് പോയി. അത് പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാത്തൊരു യാത്രയായിരുന്നു. നമ്മൾ മാവിലായി വെല്ലിമ്മയുടെ അടുത്തേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് പിന്നെ പെരളശ്ശേരി അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് വരാം, ഓണമല്ലേ എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അമ്പലക്കുളത്തിലേക്ക് കാലിടുകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ അതിനകത്ത് നിറച്ച് മീനുണ്ടായിരുന്നു, നമ്മളെ കാലിൽ വന്ന് കടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മക്കളെയും കാല് കഴിപ്പിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോയത്. കണ്ട സൈഡിലൊക്കെ കണ്ടു ഒരുപാട് മീനില്ലേ. അവിടെ കാല് കഴുകാൻ വരുന്നവരുടെ എല്ലാവരുടെയും കാലിൽ അതൊന്ന് കടിക്കും, ലിക്കിലെടുക്കും. അത് കിടന്ന് കടിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ കയറി. ആ സമയത്ത് അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നെങ്കിലും തൊഴാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അധികം നേരം കാത്തിരിക്കേണ്ട ഒന്നും ആവശ്യം വന്നിട്ടില്ല. നന്നായിട്ട് തൊഴുത് നമ്മളെ തിരിച്ചിറങ്ങിയതിനകത്ത് അമ്പലത്തിനകത്ത് കയറുന്ന സമയത്ത് അവിടെ ഇട്ടിരുന്ന പൂക്കളായിരുന്നു ഇത്. നല്ല രസമുണ്ടല്ലേ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ കയറിയത് കണ്ടോ, തിരക്ക് കണ്ടോ. അപ്പോൾ നമ്മൾ തൊഴുത് ഇറങ്ങിയ ശേഷമുള്ള തിരക്കാണിത്. അപ്പോൾ നമ്മൾ തൊഴാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. എന്തായാലും നന്നായിട്ട് തൊഴുതു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മാവിലായിലെത്തി. അച്ഛൻ്റെ ചേച്ചിയുടെ വീടാണിത്. അവിടെ എത്തിയ ശേഷം അവർക്ക് ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങൾ കളിക്കാൻ വേണ്ടി കിട്ടി. അപ്പോൾ അതും വെച്ചിരുന്ന് അവർ കളിക്കാൻ വേണ്ടി തുടങ്ങി. അവർക്ക്
കൂട്ടായിട്ട് കളിക്കാൻ വേണ്ടി കൂടെ ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ടായിരുന്നു. അതായത് എൻ്റെ വല്യമ്മയുടെ മോളെ മക്കളാണ് ഈ 2 പേരും. 3 പേരും ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഏച്ചി ഭക്ഷണം തരുമ്പോൾ അവർക്ക് വേണ്ടാന്ന് വെക്കാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ഏച്ചിയുടെ കയ്യിൽ നിന്ന് ഇവർ ഭക്ഷണം വാങ്ങി കഴിക്കണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും രാത്രിയായി. അപ്പോൾ എല്ലാവരോടും യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം.